good morning, students. Let us enter to next section. Part of part. ഭാഗത്തിന്റെ ഭാഗം. ഇനി നമ്മൾ ഇപ്പോൾ ഫ്രാക്ഷനിൽ 3 സെക്ഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് പാർട്ട് ഓഫ് പാർട്ടാണ് ചെയ്യാനുള്ളത്. പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഭാഗത്തിന്റെ ഭാഗം ക്ലിയർ ആവുമല്ലോ. ഇനി നമ്മൾ അതിൽ പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഭാഗം പാർട്ട് കാണുന്നതാണ് പഠിച്ചിരുന്നത്. ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഓർമ്മ വേണം. അപ്പോൾ ഡിവിഷൻ വരുന്നൊരു പ്രോസസ്സ് ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലാണ്, അതായത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് എൻഡിലാണ് ഡിവിഷൻ വരുന്നുള്ളൂ. ഇത് വരെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ 3 സ്റ്റെപ്പ് ചെയ്തതിലും മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു കഷ്ണത്തിന്റെ മറ്റൊരു കഷ്ണം എങ്ങനെ കാണാം. ഇതുവരെ നമ്മളൊരു കേക്കിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു യാമിന്റെ ഒരു ചേനയുടെ ഒരു കഷ്ണത്തിന്റെ അളവ് എത്രയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കണ്ടിരുന്നത്. ഭാഗമായിരുന്നു, പാർട്ടായിരുന്നു കണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ആൾറെഡി ഒരു പാർട്ടാണ്, ആ പാർട്ടിന്റെ ഒരു പാർട്ടും കൂടി ആക്കിയാൽ എത്രയായിരിക്കും എന്നുള്ളതാണ് പാർട്ട് ഓഫ് പാർട്ട്. വാട്ട് ഈസ് ദ ടോപ്പിക്? പാർട്ട് ഓഫ് പാർട്ട്. ഓക്കെ, പാർട്ട് ഓഫ് പാർട്ടാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് നമുക്കൊരു പ്രോബ്ലം എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. യു ഹാവ് ടു റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഇൻ പേജ് 35. പേജ് 35ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് 1 meter is cut into 5 equal parts. What is the length of half of one such piece? How many centimeters? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും എഴുതേണ്ടത്. ഓക്കെ, സോ എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് 1 meter is cut into 5 equal parts. എന്താണ് പറഞ്ഞാല്, ഒരു ചരട് ഉണ്ട്. ആ ചരട് എന്ത് ചെയ്തു? കട്ട് ഇൻടു 5 equal parts, 5 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഒരു ചരട് 1 2 3 4 5 ഈക്വൽ പാർട്സ് ആണ്, 5 പീസുകളാക്കി മുറിച്ചു. 1 2 3 4 5. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ്? അങ്ങനെയുള്ള ഒരു പീസിന്റെ ഹാഫിന്റെ നീളം എത്രയാണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ പീസ്? ഇതിലത്തെ ഒരു പീസിന്റെ ഹാഫ്, അതായത് ഇതിന്റെ പീസിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഇതിന്റെ നീളം എത്രയാണ്? ഓക്കെ, ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? അത് സെന്റിമീറ്ററിലേക്ക് മാറ്റും വേണം. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ഭാഗം എടുത്താല് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് സച്ച് പീസ് എന്നുള്ളതിൽ നിന്ന് ഹാഫ് നേരിട്ട് കാണാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോബ്ലം കിട്ടിയാൽ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ അതിന്റെ ഒപ്പം ചിന്തിക്കണം. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ് എന്നുള്ളതിന്റെ തൊട്ട് മുമ്പത്തത് ആദ്യം ചെയ്യുക. എന്താണ്? എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് 1 meter കട്ട് ഇൻടു 5 equal parts. ഒരു ചരട് 5 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിലുള്ള ഒരു പീസിന്റെ ഹാഫ് എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം അതിലുള്ള ഒരു പീസ് എത്രയെന്ന് കാണണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് 1 meter ആണ്. വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ നോട്ട് ബുക്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതിയ ശേഷം ഇങ്ങനെ റഫ് ഫിഗർ വേണമെങ്കിൽ വരച്ചു വെക്കുന്നത് നല്ലതാണ്. 1 meter ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാണ്. ഇതിലുള്ള ഒരു പീസിന്റെ നീളം എത്രയാണെന്നാണ് ആദ്യം വേണ്ടത്. അപ്പൊ ലെങ്ത് ഓഫ് 1 piece ഈക്വൽസ് 1 meter ആണ് ടോട്ടൽ ലെങ്ത്. അതിനെ 5 പീസാക്കി. അപ്പൊ 5 പീസാക്കിയത്തെ ഒരു പീസ് നമ്മൾ ഒരുപാട് ചെയ്തതാണ്. 5 പീസാക്കിയത്തെ ഒരു പീസ് എന്ന് പറഞ്ഞാല് 5ൽ ഒരു ഭാഗം ഉണ്ടാവും. ഏതിന്റെ? 1 meterന്റെ. അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/5 ഓഫ് 1 meter എന്ന് എഴുതാം. അത് എഴുതേണ്ട ആവശ്യമില്ല, നമ്മള് അതിങ്ങനെ പഠിച്ചു പോയാൽ മതി. 1 മീറ്ററിന്റെ 5ൽ ഭാഗം 1/5 meter ആയിരിക്കും. 1/5 ഓഫ് 1 meter എന്ന് പറഞ്ഞാൽ 1/5 into 1. അത് ചെയ്ത അവസാനം ഏതന്നെ കിട്ടുക? 1/5 തന്നെയാണ് കിട്ടുക.
അപ്പൊ 1 മീറ്ററിനെ 5 പീസാക്കിയത് ഒരു പീസ് എടുത്തു. ആ പീസിന്റെ ലെങ്ത് എത്ര കിട്ടിയത്? 1/5 മീറ്റർ. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാന ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടൂല. അപ്പൊ അത് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇനി നമ്മളെ പ്രോബ്ലത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ്? ഈ ഒരു പീസിന്റെ, ഇപ്പൊ നമുക്ക് ആ പീസ് കിട്ടിയല്ലോ, ഈ ഒരു പീസിന്റെ ഹാഫിന്റെ നീളം എത്രയാണ്? അപ്പൊ നമുക്ക് അടുത്ത ലൈനിൽ എന്ത് എഴുതാം? അത് എഴുതാം. ലൈന് ഇതിനുള്ള ഓരോ സ്റ്റെപ്പുകൾ എഴുതാൻ മറക്കരുത്. ഹാഫ് ഓഫ് ദിസ് പീസ്, ഹാഫ് ഓഫ് ദിസ് പീസ്. വിച്ച് പീസ്? ഇതാണ് ആദ്യത്തെ പീസുകൾ. ആദ്യത്തെ പീസിന്റെ നീളം. അപ്പൊ ഇതിന്റെ ഹാഫ്. അപ്പൊ ഹാഫ് ഓഫ് ഏതാണ്? ഹാഫ് ഓഫ് ഈ മുകളത്തെ പീസിന്റെ നീളം എത്രയാണ്? 1/5. അപ്പൊ നോക്കി നോക്കാം, നമ്മുടെ പ്രശ്നത്തിലേക്ക് എത്തി. പാർട്ട് ഓഫ് പാർട്ട്. ആദ്യം തന്നെ ഒരു കഷ്ണമുള്ളൂ. ഇപ്പോ ആ കഷ്ണത്തിന്റെ മറ്റൊരു പീസ് ആദ്യം തന്നെ നമ്മൾ എടുത്തത് ഇതാണ്. ഏത്? ആദ്യം ഒരു മീറ്ററിനെ 5 പീസാക്കിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി 1/5 ഉള്ളൂ. 1/5 മീറ്റർ. ഇതൊരു പാർട്ടാണ്. അതിന്റെ ഹാഫ്. അപ്പൊ വീണ്ടും കഷ്ണാക്കിയിരുന്നു. ഇതാണ് പാർട്ട് ഓഫ് പാർട്ട്. കഷ്ണത്തിന്റെ കഷ്ണം, ഭാഗത്തിന്റെ ഭാഗം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. നോക്കാം. 1/2 ഓഫ് 1/5. ഹാഫ് ഓഫ് എന്നുള്ളത് 1/2 ഓഫ്. പകുതി എന്നുള്ളത് നമ്മൾ ഹാഫ് അല്ലേ എടുക്കുക. ഹാഫ് ഓഫ് 1/4. അപ്പൊ ഈ ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് 1 മീറ്റർ കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. 5 പീസാക്കിയത് ഒരു പീസ്. അത് എത്രയാണ്? ആദ്യം കണ്ട് 1/5 മീറ്റർ. ഇനി അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് 1/5. അതിങ്ങനെ എഴുതുക. 1/2 ഓഫ് 1/5. നമ്മൾ നേരത്തെ 2 ക്ലാസ്സിലായിട്ട് പറഞ്ഞു, ഓഫ് കണ്ടാലും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? 1/2 ഇൻറ്റു 1/5. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. സോ 1 into 1 by 2 into 5. Okay. So what will be the answer? 1 into 1, 1 by 2 into 5, 10. So the answer is 1 by 10. What? Unit. Meter. അതായത് ഒരു മീറ്ററിന്റെ 10ൽ ഒരു ഭാഗം. 1 out of 10 meter. 10ൽ ഒരു ഭാഗം. ഒരു മീറ്ററിന്റെ 10ൽ ഭാഗം. ഹൗ മെനി സെന്റിമീറ്റർ? നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? അപ്പൊ ഇൻ സെന്റിമീറ്റർ, ഒന്നെങ്കിൽ CM എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഫുൾ ആക്കിയിട്ട് ഇൻ സെന്റിമീറ്റർ. സെന്റിമീറ്ററിൽ എത്രയാണ്? എന്താ ചെയ്യാം? മീറ്റർ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ, മീറ്റർ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ ഈസ് 100 സെന്റിമീറ്റർ. മീറ്റർ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1 by 10 മീറ്റർ ആണല്ലോ അത്. അതിനെ സെന്റിമീറ്റർക്ക് മാറ്റാൻ ഇൻറ്റു 100. So 1 into 100, 100 by 10. 100 by 10. 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So we will get answer 10 യൂണിറ്റ് സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്റർക്ക് മാറ്റി. ശ്രദ്ധിക്കുക, മീറ്റർ ടു സെന്റിമീറ്റർ മൾട്ടിപ്ലൈ ബൈ 100. പഠിച്ചു വെക്കണം. മീറ്റർ ടു സെന്റിമീറ്റർ മാറ്റാന് 100 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയ ആൻസർ 1 by 10 മീറ്റർ ആയിരുന്നു. അതിനെ സെന്റിമീറ്റർക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിച്ചു. സോ വി ഗോട്ട് ദ ആൻസർ 10 സെന്റിമീറ്റർ. അപ്പൊ ഒരു പീസിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എല്ലാവരും ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുക. പേജ് 35ലുള്ള സെക്കൻഡ് പ്രോബ്ലം. Okay, I will erasing it now.
What is next problem? 1 liter of milk fills 2 identical bottles. A quarter of the milk in one bottle is used to make a cup of tea. How much milk was used to make tea? How many milliliters? Question എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 liter of milk fills in 2 identical bottles. 1 ലിറ്റർ പാലുണ്ട്. ഇതെന്ത് ചെയ്തു? 2 ഒരേപോലെയുള്ള ബോട്ടിലുകളിലേക്ക് ഈ 1 ലിറ്റർ മിൽക്ക് നിറച്ചു. ഓക്കെ, 2 ഒരേപോലെയുള്ള ബോട്ടിലിലേക്ക് നിറച്ചു. A quarter of the milk in one bottle is used to make a cup of tea. ഈ ഒരു ബോട്ടിൽ, ഇതത്തെ ഒരു ബോട്ടിലുള്ള പാലെടുത്ത് പാലിന്റെ ക്വാർട്ടർ, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 പാർട്ട്, ആ ഭാഗം. A quarter of milk is in one bottle is used to make a cup of tea. ഇതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ചായ ഉണ്ടാക്കി. How much milk was used to make a cup of tea? ഇതാണ് ക്വസ്റ്റ്യൻ. എത്ര പാൽ ഉപയോഗിച്ചിട്ടാണ് ചായ ഉണ്ടാക്കിയത്? ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ പാർട്ട് ഓഫ് പാർട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഒരു പാർട്ട് കാണുന്നുണ്ട്, അതിന്റെ പാർട്ടാണ് കാണേണ്ടത്. അപ്പൊ നമ്മള് 1 ലിറ്റർ ഈസ് യൂസ്ഡ് ടു ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. 1 ലിറ്റർ മിൽക്ക് ഫിൽസ് ഇൻ 2 ഐഡന്റിക്കൽ ബോട്ടിൽസ്. ഇനി എ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ആദ്യം തന്നെ എഴുതാൻ കഴിയോ? ആദ്യം ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തു വരണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ? ഈ ഒരു ബോട്ടിലിൽ എത്ര മിൽക്ക് ഉണ്ടാവും എന്ന് കാണണം. അപ്പൊ അതിന്റെ സ്റ്റെപ്പാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ എഴുതാം? 1 ബോട്ടിൽ ഫിൽസ്. ഒരു ബോട്ടിലിൽ എത്ര ഉണ്ടാവും അത് ആദ്യം കാണും. അപ്പൊ നമ്മൾ പറഞ്ഞ 1 ലിറ്റർ 2 ബോട്ടിലേക്ക് നിറച്ചാൽ ഒരു ബോട്ടിലിൽ എത്ര ഉണ്ടാകുക? ഹാഫ് ആണ് ഉണ്ടാകുക. 2 ബോട്ടിലേക്ക് 1 ലിറ്റർ നിറച്ചാൽ ഒരു ബോട്ടിലിൽ പകുതിയാണ് ഉണ്ടാകുക. 2ൽ 1 ഒരു ബോട്ടിലിൽ ഉണ്ടാകുക. അപ്പൊ ഹാഫ് ഓഫ് എഴുതണ്ട, 1 ലിറ്റർ. ഓഫ് കണ്ട ഗുണിക്ക ചെയ്യാം. 1 into ഹാഫ് തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് 1 ലിറ്ററിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ലിറ്റർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടി. ഒരു ബോട്ടിലിൽ എത്രയായിരിക്കും? ഹാഫ് ലിറ്റർ. അങ്ങനെ എഴുതിയാൽ മതി. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എളുപ്പമായതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ്. എ ക്വാർട്ടർ ഓഫ് മിൽക്ക്. ഏതിന്റെ? ഈ ബോട്ടിലുള്ളതിന്റെ ക്വാർട്ടർ. ഈ ബോട്ടിൽ എത്രയെന്ന് ഇപ്പൊ നമുക്ക് കിട്ടി? എത്രയാണ്? ഹാഫ് ലിറ്റർ ആണ്. ഓക്കെ, അതിന്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എ ക്വാർട്ടർ ഓഫ് ദിസ് മിൽക്ക് എത്രയാണ്? ഹാഫ് ലിറ്റർ ഈസ് യൂസ്ഡ് ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. ഹൗ മച്ച് മിൽക്ക് വാസ് യൂസ്ഡ് ടു മേക്ക് എ ടീ? അപ്പൊ മിൽക്ക് നമുക്ക് അതിന്റെ സ്റ്റെപ്പ് എഴുതാം. മിൽക്ക് യൂസ്ഡ് ടു മേക്ക് ടീ. മിൽക്ക് യൂസ്ഡ് ടു മേക്ക് ടീ ഈക്വൽ ടു താഴെ വരാൻ ശ്രദ്ധിക്കുക. എത്ര പറഞ്ഞത്? എ ക്വാർട്ടർ ഓഫ് ദിസ് മിൽക്ക് എത്രയാണ്? ഹാഫ് ലിറ്റർ. അതിന്റെ ക്വാർട്ടർ മീൻസ് 1/4 ഓഫ് ഹാഫ് ലിറ്റർ. 1/4 ഓഫ് ഹാഫ് ലിറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ചെയ്യാൻ എന്താ ഇപ്പൊ കണ്ടോ? പാർട്ട് ഓഫ് പാർട്ട്. ഒരു കഷ്ണത്തിന്റെ വീണ്ടും ഒരു കഷ്ണാക്കിയത്, ഭാഗത്തിന്റെ ഭാഗം. ഓക്കെ, എന്താ ഓഫ് വെച്ചാല് മൾട്ടിപ്ലിക്കേഷൻ. 1/4 into 1/2. 1 into 1 1. 4 into 2 8. And unit liter. നമ്മളെ ലാസ്റ്റ് പ്രോബ്ലം എന്താണ്? ഹൗ മെനി milliliters. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇറേസ് ചെയ്യാണ്. ഹൗ മെനി milliliters. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ഇൻ മില്ലിലിറ്റർ, ഇൻ ml, മില്ലിലിറ്ററിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 1/8 ആണ്. 1/8 ലിറ്റർ മില്ലി ലിറ്ററിലേക്ക് മാറ്റാൻ സൈഡിൽ എഴുതി വെക്കുക. ലിറ്റർ
മില്ലി ലിറ്ററിലേക്ക് മാറ്റാം. വലിയ അളവ് ചെറിയ അളവിലേക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ചെയ്യുക, ചെറിയ അളവ് വലിയ അളവിലേക്ക് മാറ്റാൻ ഡിവിഷൻ ആണ് നടത്തുക. അപ്പൊ ഇവിടെ നമ്മൾ ലിറ്റർ ടു മില്ലി ലിറ്റർ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഏതുകൊണ്ട്. അപ്പൊ ഒരു ലിറ്ററിൽ എത്ര മില്ലി ലിറ്ററാ? 1000. ഓക്കെ, അപ്പൊ ലിറ്റർ മില്ലി ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ആസ് ഇൻ മില്ലി ലിറ്റേഴ്സ് 1/8 into 1000. ആൻസർ 1/8 ലിറ്റർ അല്ലേ കിട്ടിയത്. 1/8 into 1000, that means 1000 into 1, 1000/8. 1000നെ 8 കൊണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്യുക. നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടാവും. ആ ലൈനിന്റെ അപ്പുറത്താണ് ഇങ്ങനത്തെ എല്ലാ പ്രോസസ്സുകളും ചെയ്യേണ്ടത്. ഞാനിവിടെ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ റൈറ്റ് സൈഡിൽ തന്നെ ചെയ്തിരിക്കണം. 10ൽ 8 1 times 1 into 8 8, 10 minus 8 2, next 0 in 20. How many 8s? 2 2 into 8 16, 20 minus 16 4, next 0. അപ്പൊ നമ്മൾ ഈ 0 ആണ് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത്, ഈ 0 ഇവിടെ ഇറക്കിയിട്ടു. 40ൽ how many 8s? 5 into 8 40, subtraction 0. So the answer is 125 milliliters. രണ്ട് പ്രോബ്ലവും കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടവർ അങ്ങനെ തന്നെ കാണണം. നമുക്ക് ഇതില് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പോ ഇതൊക്കെ എഴുതിയെടുക്കണം. ആൻസർ 125 milliliter. ഇനി ഇതുപോലെ 1 kilogram yam is cut into 3 equal pieces. 1 കിലോ യാം ചേന 3 പീസാക്കിയ 1 കിലോഗ്രാം ആണ് പീസാക്കുന്നത്. അപ്പൊ 1 കിലോഗ്രാമിനെ 3 പീസാക്കിയാൽ അടുത്ത ഒരു പീസ് എത്ര ഉണ്ടാവും? 1/3 കിലോഗ്രാം. സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ചെയ്യുന്നില്ല, നിങ്ങൾ ഇതിന് ശേഷം ചെയ്ത് നോക്കാനുള്ളതാണ്. 1 of the piece is halved. ഈ ഒരു പീസ് 3 പീസാക്കിയത്ത ഒരു പീസ്, ഈ 3 പീസാക്കിയത്ത ഒരു പീസ് വീണ്ടും ഹാഫ് ആക്കി. അപ്പൊ ഹാഫ് ഓഫ് ഈ ഒരു പീസ്, ഹാഫ് ഓഫ് 1/3 എന്നാണ് കിട്ടുക. അത് എത്രയാണെന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോ ആദ്യം 1/3 പീസ് കിട്ടും, 1/3 കിലോഗ്രാം കിട്ടും. അതിന്റെ ഹാഫ് കാണാൻ ഹാഫ് ഓഫ് 1/3. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ചെയ്തിട്ട് അയക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. ഒരു ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ ഹാഫ് ഗേൾസ് ആണ്. ടോട്ടലിന്റെ ഹാഫ് എത്രയാണ്? ഗേൾസ് ആണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. എ തേർഡ് ഓഫ് ദം, ഈ ഗേൾസ് തന്നെ ഹാഫ് ആണ്, 1/2 പാർട്ടാണ്. 1/2 പാർട്ടാണ്. അതിന്റെ എ തേർഡ് എന്ന് പറഞ്ഞാൽ എ തേർഡ് മീൻസ് 1/3 പാർട്ട്. ഓക്കെ, എ തേർഡ് ഓഫ് ദം ആർ ഇൻ മാത്സ് ക്ലബ്. അതിന്റെ 1/3, അതിന്റെ ആകെയുള്ളതിന്റെ ഹാഫ് ആണ് ഗേൾസ്. ഇതിന്റെ 1/3, ഇതിന്റെ 1/3. അപ്പൊ എങ്ങനെയാ ചെയ്യാ? 1/3 ഓഫ് 1/2. എ തേർഡ് ഓഫ് ദം ഇൻ മാത്സ് ക്ലബ്. അപ്പൊ ഫസ്റ്റ് ഗേൾസ് പാർട്ട് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പില് മാത്സ് ക്ലബ് മെമ്പേഴ്സ് ഈക്വൽ ടു. മാത്സ് ക്ലബിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ്, എത്ര ഭാഗം മാത്സ് ക്ലബിലുള്ള കുട്ടികളുടെ ഫ്രാക്ഷൻ ആണ് കാണേണ്ടത്. അപ്പൊ ആദ്യം ഗേൾസ് എത്ര എന്നുള്ളത്, ഗേൾസിന്റെ ഫ്രാക്ഷനെ സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ കാണുക. അടുത്ത സ്റ്റെപ്പില് മാത്സ് ക്ലബ്ബ് സ്റ്റുഡന്റിനെ സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ കാണുക. അപ്പൊ ആദ്യം 1/2 കിട്ടും, പിന്നെ അതിന്റെ 1/3 പാർട്ടും കൂടി കാണാം. അപ്പൊ 1/3 ഓഫ് 1/2 അത്ര ആൻസർ കിട്ടും. ചെറുതാക്കാനുണ്ടെങ്കിൽ ചെറുതാക്കുക, അല്ലെങ്കിൽ അതന്നെ ആൻസർ എഴുതുക. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഇൻ യുവർ ഹെഡ്, റൈറ്റ് ദം ആസ് പ്രൊഡക്റ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. 1/4 ഓഫ് 1/2. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1/4 ഓഫ് 1/2. ഇങ്ങനെ ചെയ്യാ, ഓഫ് കാണാൻ ഗുണിക്കുക. 1/4 ഇൻറ്റു 1/2 1/8. ഇതേപോലെ ഇത് മുഴുവൻ ചെയ്യണം. 6 questions. So let us conclude our section now. You have to complete every work as soon as possible, and you have to submit before 9 PM today. Okay, thank you.